ഗൈസ്, നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എല്ലാവർക്കും സുഖമൊക്കെ അല്ലേ? നമുക്ക് കുഴപ്പങ്ങളൊന്നും ഇല്ലാണ്ട് ഇപ്പോൾ സുഖമായിട്ട് പോണ്. ഇന്ന് നമ്മുടെ ആദംകൂട്ടനെയും കൊണ്ട് ഞാൻ പള്ളിക്ക് പോയിട്ടാ. പള്ളിയിൽ പോയതൊരു കഥയാണ്. കഥ എന്ന് പറഞ്ഞാൽ വേറെ ഒന്നുമില്ല, അബ്രുവിനെ വീട്ടിലാക്കി. അബ്രുവിനെ ആദത്തിനെയും കൂടി കൊണ്ടുപോവാന്ന് പറഞ്ഞാൽ നമ്മുടെ പള്ളിക്ക് കുറച്ചുണ്ട് ഇവിടുന്ന് നടക്കാൻ വേണ്ടിയിട്ട്. ഞാനും ആദം കൂടി നടന്നാ പോവാറ്. പള്ളിയിൽ എത്തിക്കഴിഞ്ഞാൽ ആശാൻ എവിടേക്കാ പോണേന്നുള്ളത് എനിക്കറിയില്ല. അങ്ങോടും ഇങ്ങോടും. ഞാൻ പള്ളിയിൽ ചെന്ന് കഴിഞ്ഞാൽ ഒരു ഓട്ടപ്പാച്ചിലാണ്. ശരിക്കും പറഞ്ഞ ഒരു മറ്റേ പാർക്കിലേക്ക് പോണ പോലെയാണ് നമ്മുടെ ആദംകൂട്ടൻ പള്ളിക്ക് പോകുന്നത്. പ്രാർത്ഥിക്കാനല്ല, അവിടെ കളിക്കാൻ. കുറച്ച് പിള്ളേരുകൾ വരും, ഇവരൊരു ഗ്യാങ് ആവും. പിന്നെ ഇവരോടും, ഇവരുടെ പിന്നാലെ നമ്മൾ അമ്മമാരായി നമ്മൾ ഓടും. കാരണം ഇവരെവിടേക്കെങ്കിലും പോയി പെട്ടെന്ന് നമ്മളെ കാണാണ്ടായി കഴിയുമ്പോൾ പേടിക്കരുതല്ലോ. കുഞ്ഞു പിള്ളേരുകളല്ലേ, പേടിക്കുക. അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഇത് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇത് ഒരു പേടിയാണ്. അപ്പൊ അവരുടെ പിന്നാലെ ഓടും. എങ്ങോട്ടും ഓടുകയാണെങ്കിലും ഓടും. കുറച്ച് നേരം ഞാൻ വിചാരിച്ചു ഇവൻ പോയോടത്ത് തിരിച്ചു വരുന്നു. അങ്ങനെ ഞാൻ 2 സെക്കൻഡ് നിന്നു. എൻ്റെ കണ്ണെത്താ ദൂരത്ത് വിട്ട് പോയി കഴിഞ്ഞാൽ ഞാൻ എന്തായാലും ഇവന്റെ പിന്നാലെ ഓടിട്ടാ. അങ്ങനെ ഒരു ഓട്ടപ്പാച്ചില് ഞങ്ങൾ പള്ളിയിലൊക്കെ പോയി. എന്നിട്ട് ചെയ്യണത് എന്നിട്ട് ചെയ്യണേന്ന് അപ്പാപ്പന്റെ കൂടെ വണ്ടി തുടങ്ങി നോക്കി ചേട്ടൻ തുടക്കിന്. ചേട്ടന്റെ വണ്ടിയോ? കൊച്ചി എല്ലാവരും വണ്ടിയും തുടക്കും. ഭയങ്കര ഇഷ്ടം കൊച്ചിന് വണ്ടി തുടക്കാൻ. അതെനിക്കിടയില് മുൻപ് അപ്പാപ്പൻ വണ്ടി കഴുകൽ തീർത്തു. കൊച്ചു വന്നപ്പോ 2 വീലർ തുടക്കുന്നത് മാത്രമേ കണ്ടിട്ടുള്ളൂ, ജീപ്പ് കഴുകുന്നത് കണ്ടിട്ടില്ല. അതുകൊണ്ടാണ് ഇങ്ങനെ നടക്കുന്നത്. അത് കഴുകാനുള്ള പരിശ്രമമാണ് ഇപ്പൊ പറഞ്ഞോണ്ടിരിക്കുന്നത്. തുടയ്ക്കാൻ വെള്ളം ഇല്ല, മോട്ടർ അടിക്കാൻ കറണ്ട് ഇല്ല. അതുമ്മ മോട്ടർ ശരിയാക്കണം. മോട്ടർ ശരിയാവാത്ത കാരണാണ്. തയ്യാറായാ? കൊച്ചിനെ തുടച്ചു കഴിഞ്ഞു. എങ്ങനെയാ അപ്പാപ്പന്റെ വണ്ടി എങ്ങനെ നടഞ്ഞേ? എങ്ങനെ? ഈ വണ്ടി തുടക്കലിന് എന്നും ഇവിടെ തല്ലാവാറിട്ട അപ്പാപ്പനും മോനും കൂടി. ഇപ്പൊ വെള്ളം ഫുള്ള് ഇവിടെ വെത്തറ ചെയ്യാറ് എന്നും. മഴ പെയ്തപ്പാപ്പ വണ്ടിയുമ്പോ ചെളിയായി. കൊച്ചി തുടച്ചു അല്ലേ? ജീപ്പ് തുടച്ചു. ഇല്ലാതാ ഇത് പോരെ മോട്ടർ അടിച്ച് കഴുകാന്ന്. സാധാ പറഞ്ഞില്ലേ, മോട്ടർ അടിച്ച് കഴുകും. ഇവിടെ ഫുള്ള് വെള്ളാക്കും. ഇവൻ ഇറങ്ങില്ല, വെള്ളത്തിൽ ഫുള്ള് കുളിക്കും. എന്നും പതിവ് അതാണ്. ഇന്നിപ്പോ കൊച്ചിനെ അത് പറ്റിയില്ല. അതിന് മുൻപ് അപ്പം പറ്റിച്ചു കൊച്ചിനെ. കൊച്ചിറങ്ങിട്ടില്ല. വണ്ടി ലോക്കാക്കിയേ അവിടെ ഡാൻസ് കളിച്ച്. ഇവിടെ വെള്ളം ഫുള്ളുണ്ട് കേട്ടോ. അത് കൂട്ടാ താഴത്ത് കിടക്കൂട്ടാ. പോണു. ഫോൺ എടുക്കല്ലാതോ? ഇങ്ങനെ എന്താ ബിജിമോനെ വിളിച്ചിട്ട് എടുക്കല്ലാന്ന്. മോട്ടർ ശരിയാക്കാൻ, വണ്ടി എടുക്കാൻ വേണ്ടിട്ട്. കുർണി വിളിക്ക്, പറയടോ. പോണു. എവിടെയാ? വരാന്ന് പറഞ്ഞിട്ട് ഇപ്പൊ അല്ലാതെ ഈശോ. അയ്യോ എന്റെ ചിരിയൊക്കെ. അലക്കാൻ പോയതിന് ഒരാൾ ഇവിടെ കരച്ചിലും ബഹളായിരുന്നു. എന്നിട്ട് എന്നെ തല്ല അപ്പാപ്പന്റെ അടുത്ത് കൊട്ടേഷൻ എടുത്തേക്കണം നീ. എന്നെ അപ്പാപ്പനെ കൊണ്ട് തല്ലിക്കാൻ വേണ്ടിട്ടേ വടി എടുപ്പിക്കണവൻ. ആരുടെ വടി എടുത്ത് എന്നെ തല്ലിക്കാൻ? അപ്പാപ്പത്തിന് പറഞ്ഞ തല്ലാന്ന് പറഞ്ഞമ്മേനെ അല്ലേ? ആദ്യത്തിനലക്കാൻ കൊണ്ടുപോയില്ലാന്ന്. അതുകൊണ്ട് ആദം പിണങ്ങി കരഞ്ഞു. അപ്പൊ അപ്പാപ്പൻ പറഞ്ഞു അമ്മയ്ക്ക് ഇന്ന് കൊടുക്കാന്ന്. അപ്പൊ കൊച്ചിന് സന്തോഷം. അതിന് വന്ന് അടിക്കണ്ട. തലമുട്ടൂട്ടാ. തലമുട്ടു എന്റെ പൊന്നിന്റെ തലമുട്ടുന്ന്.
ജുന്താത്ത കളിച്ചേ ജുന്തത്ത ജുന്ത ജുന്ത ജുന്തത്ത ജുന്ത ജുന്ത ജുന്തത്തേ പോണു ജുന്തത്ത. നീ എന്തിനാ ചിരിക്കണേ? നീ എന്തിനാ ചിരിക്കണേ? ആ എന്തിനാ ചിരിക്കണേന്ന്? എന്തിനാ ചിരിക്കണേന്ന്? അപ്പാപ്പനോട് വടി എടുക്കാൻ പറഞ്ഞല്ലേ? അതിനെല്ലാം ചിരിക്കണേ? ആ ആ ആ നീ എന്താ അടുപ്പിക്കണ? അയ്യടാ മതി മതി. അവൻ ചീത്ത പറഞ്ഞണ്ട എന്നെ അടിക്കണേ. അവനറിയാൻ വടിയോടി എവിടെയാ വടി എടുക്കട്ടെ? ഞാൻ വടി എടുക്കട്ടെ. ഇപ്പൊ തരാ ഞാനുള്ളത് വടി ഞാൻ എടുക്കട്ടെ. പരിപാടികൾ കഴിഞ്ഞു. ഇനി നേരെ ഫുഡ് കഴിക്കാൻ പോകണം. ചെറുതായിട്ട് വിശപ്പുണ്ട്. അപ്പൊ ഇന്ന് വീട്ടില് അധിക സ്പെഷ്യലുകളൊന്നും ഇല്ല. ഇപ്പൊ നമ്മുടെ ഡെലിഷ് മോളുള്ളപ്പോ കുറെ കറികൾ ഉണ്ടാവും. കുറെ കറികൾ എന്ന് പറഞ്ഞാൽ ആൾക്ക് പപ്പടം വേണം, മീൻ വറുത്തത് വേണം, അങ്ങനെ അങ്ങനെ കുറെ ഇങ്ങനെ പറയാ സൈഡ് സാധനങ്ങളില്ലേ, അത് ഇഷ്ടംപോലെ വേണം എന്നുള്ളത് ആൾക്ക് ഭയങ്കര നിർബന്ധമാണ്. അത് അവിടെ ഉള്ളപ്പോഴും അങ്ങനെയാ. എന്നെ കൊണ്ട് പറയും ഇത്തിരി ഉണക്കും മീൻ വറുക്ക്, ഇത്തിരി പപ്പടം വറുക്ക്, അങ്ങനെ പറഞ്ഞ് വറുപ്പിക്കും. അപ്പൊ ആള് പോയി കഴിഞ്ഞാൽ പിന്നെ അങ്ങനെ ഒരുപാട് കറികളൊന്നും നമുക്കില്ല. എന്നാലും ഒരു ഉപ്പേരിയും ഉപ്പേരി എന്ന് പറഞ്ഞ കടല ഉപ്പേരി ഉണ്ട്. പിന്നെ ഉണക്കമീൻ വറുത്തതുണ്ട്, ഉണക്കസ്രാവ് വറുത്തതുണ്ട്. ഉണക്കസ്രാവ് വറുത്തത് എനിക്ക് വലിയ താല്പര്യമില്ല. മാന്തൽ വറുത്തത് ഞാൻ തിന്നൂട്ടാ. നമ്മുടെ ആദംകുട്ടൻ ഉണ്ടല്ലോ, നമ്മുടെ ആദംകുട്ടൻ അബ്രുവായിട്ട് എപ്പോഴും തല്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദെടുക്കണ സാധനങ്ങൾ അബ്രുവിന് വേണം, അബ്രു എടുക്കണ സാധനങ്ങൾ ആദത്തിനും വേണം. എല്ലാ പിള്ളേർക്കും അങ്ങനെ തന്നെയാണ്, എല്ലാ പിള്ളേരുകളും അങ്ങനെ തന്നെയാണ്. നമ്മൾ എടുക്കണ സാധനങ്ങൾ ഒരാള് തല്ലി പിടിച്ചുകൊണ്ടിരിക്കും. ഇപ്പൊ ഹസിയാണെങ്കിൽ അങ്ങനെ തന്നെയാട്ടാ. പക്ഷെ അബ്രു കരയെ എന്തെങ്കിലും ചെയ്ത് കഴിഞ്ഞാണ്ടല്ലോ ആദ്യം പറയും അബ്രു കയ്യണ്ട. ഇപ്പൊ എന്തെങ്കിലും ഇതിന് വേണ്ടിട്ട് വാശി പിടിച്ചേക്കണേ അബ്രു കയ്യണ്ട, ചേട്ട തരാന്ന് പറഞ്ഞിട്ട് സാധനം എടുത്ത് കൊടുക്കൂട്ടാ. അതുപോലെ ആദം കരയണ കണ്ടു കഴിഞ്ഞാലും അബ്രുവിന് ഭയങ്കര സങ്കടം, അബ്രു കരയും. അതാണ് ഒരു എന്താ പറയാ ഒരു ബോണ്ട് എന്ന് പറയുന്നത്. അതാണ്, അതായത് ഇവർക്ക് തല്ലെന്ന് പറയുന്നത് അവരുടെ കുറുമ്പിനെ പിടിക്കുന്നതും, പക്ഷെ മനസ്സിന്റെ ഉള്ളിന്റെ ഒരു സ്നേഹം കിട്ടാ. നോക്കിയിരിക്കണം നമ്മള്, നോക്കിയിരുന്നില്ലെങ്കിൽ അടിപ്പൂരം മേളാണ്. ചിലപ്പോ എല്ലാവരും ഉള്ളിന്റെ ഉള്ളിലൊരു സംശയം ഉണ്ടാവും, ചേട്ടായി പോയില്ലോ ഇനി ഞങ്ങൾ ഇനി എന്നാ പോണേന്ന്. ആരും ഇതുവരെ ചോദിച്ചിട്ടില്ല കേട്ടാ. അപ്പൊ ചോദിക്കണതിന് മുൻപ് തന്നെ ഞാൻ അതിനുള്ള ഉത്തരം അങ്ങോട്ട് പറയാം. അപ്പൊ ആ ചോദ്യത്തിൽ നമുക്ക് ഒഴിവാക്കാമല്ലോ. ചിലപ്പോ മനസ്സിന്റെ ഉള്ളിലെ ആ ഒരു സംശയം ഉണ്ടാവും. എനിക്ക് പെട്ടെന്ന് പോകണം തന്നെയാണ് ആഗ്രഹം. ഇനി ഇപ്പൊ എന്താന്ന് വെച്ചാൽ ചേട്ടായി ജോലിക്ക് കയറി, കുഴപ്പമൊന്നുമില്ല. അതായത് ആരോ ചോദിച്ചിട്ടുണ്ടായി എന്തായി, അവിടെ എത്തിയോ, ജോലിക്ക് കയറിയോ, നമ്മുടെ വിശേഷങ്ങൾ ചോദിക്കണേല് ഒരുപാട് സന്തോഷിട്ടാ. അപ്പൊ ആള് ചെന്നന്ന് തന്നെ ജോലിക്ക് കയറി. ഇപ്പൊ കുഴപ്പങ്ങളൊന്നുമില്ല. അവിടെ ചെന്നപ്പോ കുറെ ദിവസം ഭയങ്കര സങ്കടമായിരുന്നു. സങ്കടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പിള്ളേരെ കൂടെ കളിച്ച് തിമിർത്ത് ഫുൾ ടൈം ഇവരുടെ കൂടെയാണ് സ്പെൻഡ് ചെയ്യുന്നത്, പുറത്തോട്ടൊന്നും പോണില്ല. അപ്പൊ അങ്ങനെ പോയി കഴിഞ്ഞ് വേറെ ഒരു ജോലിക്ക് പോണ ടൈം ഓക്കെ, അത് കഴിഞ്ഞ് നമ്മൾ റൂമിലെത്തി കഴിയുമ്പോഴും നമ്മൾ ഒറ്റയ്ക്കാണല്ലോ. അപ്പൊ ഒരു ഒറ്റപ്പെടല്, ചില സമയത്ത് പിള്ളേരെ മിസ് ചെയ്യല്, എല്ലാവരും മിസ് ചെയ്യല്, അങ്ങനെ അങ്ങനെ കുറച്ച് വിഷമങ്ങൾ കുറച്ച് ദിവസം ഉണ്ടായി. ആളിടയ്ക്ക് പറയുന്നുണ്ട് എനിക്കൊരു സുഖമില്ല, ഒരു രസമില്ല ഇവിടെ, അതിങ്ങനെയാണ് മറ്റേതാണെന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷെ നമുക്ക് ജോലിക്ക് പോകണ്ട്, നമുക്ക് ജീവിക്കാൻ പറ്റില്ല. ഇന്നത്തെ സാഹചര്യത്തില് ഒരു ജോലി ഇല്ലാണ്ട് ജീവിക്കാന്ന് പറഞ്ഞാൽ എളുപ്പമല്ല. അതായത് അതനുസരിച്ച് നമുക്ക് ചെലവുകൾ പറഞ്ഞിട്ടുണ്ട്. വരവുണ്ടായാലല്ലേ നമുക്ക് ചെലവാക്കാൻ പറ്റുള്ളൂ. അപ്പൊ അതനുസരിച്ച് ചെലവുകൾ ഉള്ളതുകൊണ്ട് തന്നെ നമ്മൾക്ക് ജോലി എന്തായാലും വേണം. അപ്പൊ വിഷമിച്ചിട്ടും കാര്യമില്ല. എന്തായാലും ഞങ്ങളെ കൊണ്ടുപോകാനുള്ള കാര്യങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ആളവിടെ സെറ്റായി. എത്തിക്കഴിഞ്ഞാൽ അവിടെ സെറ്റായി കഴിഞ്ഞാൽ ഫസ്റ്റ് മറ്റേ എന്തിനാണ് പറയാ ഇക്കാമില്ലേ, അവിടെ സൗദി അറേബ്യയിൽ മറ്റേ ഇക്കാമ കിട്ടാൻ വേണ്ടിയിട്ട് അപ്ലൈ ചെയ്തു. അതൊക്കെ ഓക്കെ ആയി, ആ സംഭവം കിട്ടിയിട്ടുണ്ട്. ഇനിയും നമുക്ക് ഒറ്റയടിക്ക് നമുക്ക് വിസയ്ക്ക് അപ്ലൈ ചെയ്യാൻ പറ്റില്ല. അതായത് ആൾക്ക് എന്താണ് ഫസ്റ്റ് തന്നെ ഈ ഇക്കാമ ചേഞ്ച് ചെയ്യണം. ഇക്കാമ ചേഞ്ച് ചെയ്ത് പിന്നെ എന്താ ലൈസൻസിന്റെ കാര്യങ്ങൾ അതൊക്കെ പുതുക്കാനുണ്ട്. പിന്നെ വേറെ നിങ്ങളുടെ പ്രൊഫഷന്റെ കാര്യങ്ങൾ, അങ്ങനെ എന്തൊക്കെയോ നൂലാമാലുകൾ ശരിയാക്കിയാലേ ഞങ്ങൾ പോണ കാര്യങ്ങൾ ശരിയാക്കാൻ പറ്റുള്ളൂ. അതൊക്കെ കഴിഞ്ഞിട്ടാണ് വിസയ്ക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. അത് കഴിഞ്ഞിട്ട് പിന്നെ എന്തിനാണ് എന്തോ സർട്ടിഫിക്കറ്റ്, അറ്റസ്റ്റേഷൻ, അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. ആളിങ്ങനെ പറയുന്നത് എനിക്ക് ഇടങ്ങിയത് ABCD മനസ്സിലാക്കാനുള്ള ഒക്കെ നമുക്ക് ശരിയാക്കാം എന്ന് പറയുന്നുണ്ട്. അപ്പൊ
എന്തായാലും ഞാൻ ആ വാക്ക് വിശ്വസിക്കുന്നു, ഒക്കെ ശരിയാക്കുമെന്ന് വിചാരിക്കുന്നു. ആൾക്ക് എന്തായാലും ഞങ്ങൾ എത്രയും പെട്ടെന്ന് കൊണ്ടുപോകണം തന്നെയായിരിക്കും ആൾക്ക് ആഗ്രഹം. കാരണം പിള്ളേരെ കാണാണ്ട് ഒരു വിഷമമുണ്ട്, പിന്നെ എന്നെ കാണാണ്ടും ഒരു വിഷമം ഉണ്ടാവല്ലോ, ഞാൻ ഒരു ഭാര്യയുള്ളൂ. അതുണ്ടോയെന്ന് എനിക്കറിയില്ല, എന്നാലും പറയുന്നുണ്ട് ഇടയ്ക്ക്. അപ്പം എന്തായാലും ശരിയാക്കും. അപ്പം അതിനുള്ള പ്രൊസീജിയേഴ്സ് കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞില്ലേ, കുറച്ച് 2-3 സ്റ്റെപ്പുകളുണ്ട്. ആ കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് നമുക്ക് വിസയ്ക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. പിന്നെ ഇവരുടെ എന്തോ സർട്ടിഫിക്കറ്റ് അറ്റസ്റ്റേഷൻ എന്ന് പറഞ്ഞാൽ ഒരു വാക്സിനേഷൻ അങ്ങനെ എന്തോ കാര്യങ്ങളൊക്കെ അറ്റസ്റ്റേഷൻ ഉണ്ടെന്നൊക്കെ പറയുന്നുണ്ട്. അപ്പം അതിൻ്റെ കൂട്ടത്തിൽ ഞാൻ ഒരു കാര്യം കൂടി വിചാരിച്ചു, എൻ്റെ സർട്ടിഫിക്കറ്റും കൂടി ഒന്ന് അറ്റസ്റ്റ് ചെയ്യാൻ. ഞാൻ ജോലി കിട്ടിക്കഴിഞ്ഞാലോ, ലക്കിന് കിട്ടിയാലോ, അങ്ങനെ വെറുതെ പറഞ്ഞു. ഇനി അതെന്താക്കും എന്നുള്ളത് എനിക്കറിയില്ല. അപ്പം ഇങ്ങനെയാണ് നമ്മുടെ കാര്യങ്ങൾ നിൽക്കുന്നത്. ഇക്കാമ കിട്ടിയിട്ടുള്ളൂ, ബാക്കി കാര്യങ്ങളൊക്കെ പെൻഡിങ്ങിൽ നിൽക്കുകയാണ്. ഇനിയിപ്പോൾ അടുത്ത് എത്ര നാളത്തേക്ക് എന്ന് പറഞ്ഞാൽ എനിക്ക് ഒരു കറക്റ്റ് ഡേറ്റ് എനിക്ക് പറയാൻ പറ്റില്ല. അതായത് ആൾ പറയുന്ന ഡേറ്റ് അല്ലേ എനിക്ക് പറയാൻ പറ്റുള്ളൂ. ആളൊരു കറക്റ്റ് ഡേറ്റ് പറയും. പിന്നെ എൻ്റെ ഒരു സ്വഭാവ രീതി ഉണ്ട്, എന്നോട് എന്തെങ്കിലും ഒരു കാര്യം ഈ ദിവസത്തിന് നിന്നെ കൊണ്ടുപോവാം പറഞ്ഞു കഴിഞ്ഞാൽ ആ ദിവസം വരെ ഞാൻ ചോദിച്ചുകൊണ്ടിരിക്കും, എന്തായി ശരിയായില്ലേ, എന്തായി ശരിയായില്ലേ. അപ്പോൾ ആൾക്ക് ആ ഒരു സ്വഭാവ രീതിയെക്കുറിച്ച് നല്ലപോലെ അറിയാം. പിന്നെ 24 മണിക്കൂർ ഞാൻ ഇത് തന്നെ ചോദിച്ച് ടോർച്ചർ ചെയ്തുകൊണ്ടിരിക്കും, മെൻ്റലി പ്രഷർ കൊടുത്തുകൊണ്ടിരിക്കുന്ന ആൾക്കാരെ. അതുകൊണ്ട് ആ ഒരു ഡേറ്റ് ആളെന്നോട് പറഞ്ഞിട്ടില്ല. എന്തായാലും പെട്ടെന്ന് കൊണ്ടുപോയിരിക്കുന്നു ഞാൻ വിചാരിക്കുന്നു. നമ്മളിവിടെ നിന്ന് പെട്ടെന്ന് പോയി കഴിഞ്ഞാൽ നമ്മുടെ അപ്പാപ്പനും അമ്മാമ്മയ്ക്കും പ്രശ്നം. അതായത് അവർക്ക് എൻ്റർടൈൻമെൻറ്റ് കാര്യങ്ങളൊക്കെ ഉണ്ട്. എൻ്റർടൈൻമെൻറ്റ് എന്ന് പറഞ്ഞാൽ അവരുടേതായ ചെറിയ ഇതുകളൊക്കെ ഉണ്ട്. എന്നാലും പിള്ളേർ ഇത്ര ദിവസം നമ്മുടെ കൂടെ കളിച്ച് തിമിർത്ത് ആദ്യത്തിനാണെങ്കിൽ എന്ത് കാര്യത്തിനും അപ്പാപ്പൻ വേണം. അപ്പാപ്പൻ ഇല്ലാത്തൊരു കാര്യമില്ല. മുൻപ് എല്ലാത്തിനും അമ്മയായിരുന്നു. ഇപ്പം ചോറുണ്ടെങ്കിൽ അപ്പാപ്പൻ വേണം, കുളിക്കണമെങ്കിൽ അപ്പാപ്പൻ വേണം, പാമ്പേഴ്സ് ഇടിക്കണമെങ്കിൽ അപ്പാപ്പൻ വേണം, പൗഡർ ഇടിക്കണമെങ്കിൽ അപ്പാപ്പൻ വേണം, എല്ലാത്തിനും അപ്പാപ്പൻ വേണം. ഇന്നലെ രാത്രി ഒരു തല്ല് കഴിഞ്ഞുള്ളൂ. അതായത് ഇവന് പാമ്പേഴ്സ് ഡ്രസ്സൊക്കെ ഇടിച്ചു കഴിഞ്ഞപ്പോൾ ഇവൻ തലേ ദിവസം ഞാൻ പറയണം നിന്റെ ട്രൗസർ കുറച്ച് ടൈറ്റാടാ, അത് ഊരി വേറെ ഇടാന്ന് പറഞ്ഞപ്പോഴേക്കും അപ്പാപ്പന് ഉറങ്ങിയിട്ടുണ്ടായി. ഇവ അപ്പാപ്പൻ്റെ അടുത്തേക്ക് അപ്പം കൊണ്ടുപോയി. അപ്പാപ്പ ഇത് മാറ്റിട്ടയ്യോ എന്ന് പറഞ്ഞപ്പോഴേക്കും അപ്പാപ്പ ഇടിച്ചു കൊടുത്തു. പിറ്റേ ദിവസമായപ്പോൾ ഇവൻ ഇതെന്നെ ചെയ്തേക്കാം അത് പറഞ്ഞ് ഞങ്ങൾ രണ്ടുപേരും കൂടി തല്ലുകൂട്ടായിരുന്നു. എല്ലാ കാര്യത്തിലും അപ്പാപ്പയുടെ. പക്ഷെ അപ്പാപ്പൻ്റെ കൂടെ കിടന്നുറങ്ങോ? അതില്ല, ആ പരിപാടി ഇല്ല. ബാക്കി എല്ലാത്തിനും അപ്പാപ്പ എന്ന് പറഞ്ഞാൽ ജീവനാണ്. അപ്പാപ്പ എങ്ങോട്ടാ പോണേ, അമ്മാമ്മ എങ്ങോട്ടാ പോണേ, ഇതന്നെ കാര്യങ്ങൾ. അപ്പം അപ്പാപ്പനും അമ്മാമ്മയും തമ്മിൽ നല്ലൊരു ബോണ്ടിങ്, ഇപ്പോൾ ഭയങ്കര ഒരു അറ്റാച്ച്മെൻ്റ് ആണ്. പോയി കഴിയുമ്പോൾ ഇവർക്ക് കുറച്ച് സങ്കടം ഉണ്ടാവും. അപ്പോൾ കുറച്ച് നാൾ എന്തായാലും നാട്ടിൽ നിൽക്കാം, ഇവർക്ക് കുറച്ച് നാൾ ഇവരുടെ കൂടെ കളിച്ച് തിമിർത്ത്. അപ്പാപ്പനും അമ്മാമ്മയ്ക്ക് ഇപ്പം അതാണുള്ള സന്തോഷം. അവരുടെ സന്തോഷങ്ങളും കൂടി നമ്മൾ നോക്കണം. വീട്ടിലേക്കാണെങ്കിൽ പോയിട്ടുമില്ല. വീട്ടിലേക്കാണെങ്കിൽ അമ്മച്ചിക്കാണെങ്കിൽ അങ്ങോട്ട് ചെല്ലെന്ന് പറഞ്ഞ് 24 മണിക്കൂർ എന്നോട് പറയുന്നുണ്ട്. പിള്ളേരങ്ങോട്ട് എന്താ പറയുക, കൊതി തീരുന്നോറും കളിപ്പിക്കാമില്ല. അമ്മച്ചിയുടെ വിചാരം ഞാനിപ്പോൾ പെട്ടെന്ന് ഞാൻ പോയാലോന്നാണ്. ഈ വിസയ്ക്ക് അപ്ലൈ ചെയ്ത് ഞാൻ മുൻപ് പോയതേ ജൂലൈ 7-ാം തീയതി അങ്ങനെ എന്തോ ഒരു ഡേറ്റിലായിരുന്നു മുൻപ് ഒരു പ്രാവശ്യം പോയത്. അപ്പം അമ്മച്ചി പറയുന്നത് അതിന് മുൻപൊന്ന് പോണ്ടി വന്നാലോ, ആ ഒരു ടെൻഷനാണ് അമ്മച്ചിക്ക്. മോള് വായോ എന്ന് വിളിക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞു വരാം എന്ന് പറഞ്ഞ് നിൽക്കണ്. അപ്പം എന്തായാലും ജൂലൈ 7-ാം തീയതിക്കൊന്നും ഞാൻ പറഞ്ഞു അതൊന്നും ഓർത്ത് അമ്മച്ചി പേടിക്കണ്ട, ഇപ്പം അടുത്ത കാലത്തൊന്നും ശരിയാവുമെന്ന് വിചാരിക്കേ വേണ്ട. അത് ഞാൻ വെറുതെ ഇങ്ങനെ പറഞ്ഞോട്ടെ അമ്മച്ചിയോട്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ അപ്പോൾ ഇത്രേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാണ്ട് കമൻറ്റ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും.